ഹലോ ഫ്രണ്ട്സ്, ബേബി ഡോൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കർക്കിടക മരുന്നിൻ്റെ പരിപാടിയിലാണ്. കർക്കിടക മാസമായതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങിയിട്ട് അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടുന്ന ചേരുവകളാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. മഞ്ഞൾ, നമ്മുടെ ചുക്ക്, കുരുമുളക്, വെളുത്ത എള്ള്, കറുത്ത എള്ള്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിന് വേണം. ഒരു 10-15 കൂട്ടോളം ഈ മരുന്നിന് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ആ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിസ്റ്റ് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. ആദ്യം നമ്മളിപ്പോൾ കാണിച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരുമിച്ചാക്കണം. അതെല്ലാം കൂടെ നമ്മളിങ്ങനെ ഒരു പേപ്പറിലിട്ട് ഒരുമിച്ച് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. നമ്മൾ മില്ലിൽ കൊണ്ടുപോയിട്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. അതിൽ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ചേർക്കേണ്ടതായിട്ടില്ല. അതിൽ ഇത് പൊടിക്കുമ്പോൾ ചേർക്കേണ്ടാത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം നമ്മളിപ്പോൾ കാണിച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ഒരുമിച്ച് ഒരു പാത്രത്തിലാക്കിയിട്ട് അത് ഒരുമിച്ച് കൊണ്ടുപോയിട്ട് പൊടിക്കുക ചെയ്യുന്നത്. അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഒരുമിച്ച് എല്ലാം കൂടെ നമ്മൾ മിക്സ് ആക്കിയിട്ടാണ് പൊടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. പ്രസവരക്ഷയ്ക്കൊക്കെ നമ്മളാക്കുന്ന മരുന്നാണിത്. എനിക്ക് തോന്നുന്നു കണ്ണൂർ ഭാഗത്താണ് ഇത് കൂടുതലായിട്ട് ആൾക്കാർ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ഭാഗത്തൊക്കെ ആക്കുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ. ഇതാണ് നമ്മൾ പൊടിക്കുമ്പോൾ ചേർക്കാൻ പാടില്ലാത്ത മരുന്നുകളാണ് ഈ കാണിക്കുന്നത്. അതിൻ്റെ ചേരുവകളാണ് നമ്മുടെ എള്ളെണ്ണ, നെയ്യ്, കൂവപ്പൊടി, കറുത്ത എള്ള്, ബദാം, പിന്നെ കറുത്ത മുന്തിരി, പിന്നെ കൽക്കണ്ടം. ഇത് നമ്മൾ മരുന്നുണ്ടാക്കുന്ന സമയത്ത് മാത്രമേ ചേർക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഫൈനായിട്ട് പൊടിച്ചെടുത്ത ആ മരുന്നിൻ്റെ ചേരുവകളെല്ലാം നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. കാരണം അതിലൊരു തരി പോലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കാണിച്ച ചുക്കും മല്ലി നമ്മുടെ മല്ലിയില്ലേ, കൊത്തമല്ലി ഇട്ട വെള്ളത്തിൽ അതിട്ട് തിളപ്പിച്ച വെള്ളത്തിലാണ് ഈ പൊടിച്ച മരുന്ന് നമ്മൾ കലക്കുന്നത്. ഇതുപോലെ കലക്കി നല്ല ഫൈനായിട്ട് ഒരു കട്ട പോലും ഉണ്ടാവാൻ പാടില്ല. നല്ല രീതിയിൽ നമ്മൾ കലക്കി ഉടച്ചെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ നമ്മൾ വെള്ളം ആവശ്യത്തിന് നമ്മൾ ചേർക്കണം. ഏകദേശം ഈ ദോശമാവിൻ്റെയൊക്കെ കൂട്ടെല്ലാം ചെയ്യുന്ന രീതിയിൽ ചെയ്തെടുക്കണം. ശേഷം നമ്മൾ അടുപ്പ് കത്തിച്ച് വലിയ ഒരു ഉരുളി, ഇത്രയും ഏകദേശം നമ്മളൊരു 1/2 കിലോ അയമോദകത്തിൻ്റെ അളവിനാണ് നമ്മളിപ്പോൾ ഈ മരുന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന ഉരുളി നമ്മൾ അടുപ്പത്ത് വെച്ച് ഉരുളി ചൂടാകുമ്പോൾ ഒരു 2 സ്പൂൺ നെയ്യ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ശേഷം നമ്മൾ ഈ പൊടിച്ച് കലക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു മിക്സ് നമ്മളിത് ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ല പോലെ ഇളക്കണം. നമ്മളിത് ഏകദേശം ഒരു 2 മണിക്കാണ്, ഉച്ചയ്ക്ക് 2 മണിക്കാണ് നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 5 മണിയാകുമ്പോഴാണ് ഇത് റെഡിയായത്. 5-5:30 ആയി കാണും. അപ്പോൾ അത്രയും മണിക്കൂർ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നമ്മൾ ഇപ്പോൾ കൂട്ട് ചേർക്കുന്ന സമയത്തെ മിക്സ് ആയിരിക്കില്ല പിന്നെ ഉണ്ടാവുക, അത് ടൈറ്റായി വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അടിക്ക് പിടിക്കാതെ ഇളക്കി എടുക്കണം. ഇടയ്ക്ക് നമ്മൾ ഇത്തിരി എള്ളെണ്ണ ഇതിൽ ചേർത്ത് കൊടുക്കും. നമ്മുടെ മരുന്ന് അടിക്ക് പിടിക്കാതെ ഇളക്കാൻ വേണ്ടിയിട്ടാണ്. ഇളക്കുന്ന ആ ഒരു സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എള്ളെണ്ണ ചേർത്ത് കൊടുക്കും. നല്ലപോലെ ഇളക്കി എടുക്കണം. ശേഷം നമ്മൾ വെല്ലം, നല്ല കറുത്ത വെല്ലമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മരുന്നിന് നല്ല കറുപ്പ് കളർ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെല്ലം ഏകദേശം 500 കിലോ അയമോദകത്തിന് 6 കിലോ വെല്ലമാണ് നമ്മൾ കണക്ക്. അപ്പോൾ 6 കിലോ വെല്ലം നമ്മൾ മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ലപോലെ വെല്ലത്തിന് നമ്മൾ അലിയിച്ചെടുക്കണം.
നമ്മൾ ഏകദേശം 500 അയമോദകം, 1/2 കിലോ അയമോദകത്തിന് അതിന് വേണ്ടുന്ന കണക്കായിട്ടുള്ള സാധനങ്ങളെല്ലാം അങ്ങാടി മരുന്ന് കടയിൽ നിന്ന് അവർ നമുക്ക് എടുത്തു തരും. അപ്പോൾ അതിന് നമ്മൾ വേറെ ഒന്നും നമ്മൾ എക്സ്ട്രാ ചേർക്കേണ്ടതായിട്ടോ കുറക്കേണ്ടതായിട്ടോ ഇല്ല. വെള്ളം മുഴുവനും നമ്മൾ ചേർക്കുന്നുണ്ട്. വെള്ളം ഏകദേശം അലിഞ്ഞ് അതിൻ്റെ കൂടെ മിക്സ് ആയിട്ടുണ്ട്. കണ്ടോ, കൈവിടാതെ നമ്മൾ ഇളക്കിയെടുക്കണം. ഇതിന് ശേഷം നമ്മൾ കൽക്കണ്ടി, നേരത്തെ കാണിച്ച കൽക്കണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കൽക്കണ്ടി നമ്മൾ മുഴുവനായിട്ടും അവർ തന്ന അളവിൽ തന്നെ ചേർത്തിട്ടുണ്ട്. കണ്ടോ, വെല്ലമൊക്കെ നല്ലപോലെ ഇളകി നല്ല കളറ്, അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി, ആ മഞ്ഞ കളറൊക്കെ മാറി നല്ലൊരു കറുപ്പ് ബ്രൗൺ കളറായിട്ട് മാറിയിട്ടുണ്ട്. ഇത് നമ്മൾ ബദാമും കൂവപ്പൊടിയും ബദാം മിക്സിയിലിട്ട് അരച്ച് കൂവ അതിൻ്റെ കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തതാണ്. അത് നമ്മൾ ഇതിലേക്ക് ചേർക്കണം. അതിനുശേഷം നമ്മൾ തേങ്ങാപ്പാൽ എന്ന് പറയുമ്പം 10 തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുത്തിട്ടുള്ള മിക്സാണത്. 10 തേങ്ങയാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ 10 തേങ്ങയുടെ പാലും പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നല്ലപോലെ തേങ്ങാപ്പാലും ഇതിൻ്റെ കൂടെ ഇളക്കി ചേർക്കണം. ഒരുപാട് നേരത്തെ പരിശ്രമമാണ് കേട്ടോ ഇത്. അത്രയും സമയം നമ്മൾ ഇതിങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ മിക്സ് നല്ലപോലെ കുറുകി അതിൻ്റെ ഒരു പാകമുണ്ട്. ആ പാകം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കണം. ഇതിനിടയിൽ മിക്സ് ടൈറ്റ് ആവുന്ന സമയത്ത് നമ്മൾ കുറേശ്ശെ നെയ്യ് ചേർത്ത് കൊടുക്കും. നെയ്യ് നമ്മൾ അതിൻ്റെ ഉരുളിയിൽ അടുക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ചേർക്കുന്നത്. നെയ്യൊക്കെ അവരളവിന് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു ബോട്ടിൽ നിറയെ തരുമോ നിറയെ നമ്മൾ അത് മൊത്തമായിട്ട് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ കുറുകി വരും. എള്ളെണ്ണ നമ്മൾ ഇടയ്ക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എള്ളെണ്ണ ഒരു 3/4 ഭാഗത്തോളം ചേർത്താൽ മതി, മുഴുവനായിട്ട് ചേർക്കണമെന്നില്ല. നമ്മളെ മരുന്ന് കുറുകി വരുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവും. ഇതൊരു മണിക്കൂറുകൾ നീണ്ട പ്രോസസ്സാണ്. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് ഭയങ്കര നമുക്ക് എന്താ പറയുക, ഹെൽത്തിയാണ്. ഇത് നമ്മൾ കർക്കിടകത്തിലാണ് ഇത് കഴിക്കുക. നെയ്യ് കണ്ടോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ല ആ ഒരു ടെക്സ്ചർ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. പ്രസവിച്ച സ്ത്രീകൾക്കൊക്കെ പ്രസവരക്ഷയ്ക്ക് കൊടുക്കുന്ന മരുന്നാണിത്. കർക്കിടകത്തിൽ നമ്മളിത് കഴിക്കുമ്പോൾ നമ്മളെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു മരുന്നാണ്. നിങ്ങൾ ഇൻഗ്രീഡിയൻസിൽ തന്നെ കണ്ടു, അത്രയും അധികം ആയുർവേദ മരുന്നുകൾ കൂടിച്ചേർന്ന ഒരു സംഭവമാണിത്. അപ്പോൾ അത്രയും ഗുണങ്ങൾ നമുക്കിതിൽ നിന്ന് കിട്ടാനുണ്ട്. നടുവേദനയ്ക്കും നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ ബെസ്റ്റായിട്ടുള്ള ഒരു കർക്കിടക മരുന്നാണിത്. നല്ലപോലെ ഇത് ടൈറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ടൈറ്റ് ആവുമ്പോൾ നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം. കൈ എടുക്കാതെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇതിങ്ങനെ വിട്ട് വരുന്ന പാകത്തിൽ കിട്ടണം. കണ്ടോ, അത് നല്ലപോലെ ടൈറ്റായി വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ആദ്യം ഒഴിച്ച മിക്സും ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്ന മിക്സും തമ്മിൽ
നല്ല വ്യത്യാസമില്ലേ, നല്ല പോലെ കുറുകി 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 അത് നല്ല കട്ടിയായിട്ട് വരുന്നുണ്ട്. ഈ സമയത്താണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്ത് ഇത് ഇളക്കി കൊടുക്കേണ്ടത്, ഇല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോവും. നമ്മൾ നെയ്യും ഇടക്ക് ചേർത്ത് കൊടുക്കും, അതിൻ്റെ ആ ഒരു ടെക്സ്ചർ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഏകദേശം നമ്മളെ മരുന്ന് റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടിപ്പരുവത്തിൽ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് ഓവർ കുക്ക്ഡ് ആവാനും പാടില്ല, കാരണം അന്നേരം നമുക്ക് ചിലപ്പോൾ ഇത് കല്ല് പോലെ ആയിപ്പോവും, എടുക്കാൻ നമുക്ക് സ്പൂൺ കൊണ്ടൊന്നും കോരാൻ കിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ ഒരു കറക്റ്റ് പാകമുണ്ട്. കണ്ടോ, റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ കുറുകി. ഇപ്പോൾ ആ ടെക്സ്ചർ നിങ്ങൾ നോക്കിയേ, ആദ്യം ഒഴിച്ച മിക്സും ഇപ്പോൾ ഉള്ള ടെക്സ്ചറും കണ്ടോ. ഇതുപോലെ നമ്മൾ ഇളക്കി ഇളക്കി മണിക്കൂർ, ഇപ്പോൾ ഏകദേശം ടൈം തന്നെ 5:30 5:30 2 മണിക്ക് നമ്മൾ അടുപ്പിൽ കയറ്റിയതാണ്. ഇപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളൊരു സ്പൂൺ വെച്ച് ഒരു ഇലയിൽ കോരി എടുക്കുമ്പോൾ ഇതുപോലെ കിട്ടണം. നമ്മൾ ആ ഇല കൊണ്ട് ഇത് ഇങ്ങനെ മാടി മാടി വെക്കുമ്പോൾ നല്ല ഉരുണ്ടുരുണ്ട് വരണം. അതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്, കറക്റ്റായിട്ടുള്ള പാകം അതാണ്. നമ്മളിനി വാങ്ങി വെച്ച ശേഷം ആ ഉരുളിയുടെ ചൂടിനും കൂടെ ഒരിക്കൽ കൂടെ അതൊന്ന് സെറ്റാവും. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മളിത് അടുപ്പത്തു നിന്ന് ഇറക്കി വെക്കണം. ഏകദേശം ഈ പരുവാകുമ്പോൾ തന്നെ നമ്മൾ അടുപ്പത്തു നിന്ന് ഇറക്കി വെക്കണം. അങ്ങനെ നമ്മൾ സ്വാദിഷ്ടമായ ആരോഗ്യപരമായ നല്ല ഹെൽത്തി ആയിട്ടുള്ള മരുന്ന് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.